നമസ്കാരം. ബഡ്ജറ്റും ട്രേഡ് ഡീലും നൽകിയ പോസിറ്റീവ് ഇമ്പാക്റ്റിന് ശേഷം മാർക്കറ്റ് വീണ്ടും ദുർബലപ്പെടുന്നു എന്നുള്ള സൂചന നൽകിക്കൊണ്ട് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ മാർക്കറ്റ് നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. HDFC ബാങ്ക്, SBI, റിലയൻസ് ഇൻഡസ്ട്രീസ് പോലുള്ള ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ കഴിഞ്ഞ ദിവസം നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകി. കൂടാതെ പല പ്രധാനപ്പെട്ട സെക്ടറുകളും നെഗറ്റീവ് സൈഡിലാണ് ക്ലോസിംഗ് നൽകിയത്. ഓട്ടോ ഇൻഡെക്സ് 1.3% ഉയർന്നെങ്കിലും IT ഇൻഡെക്സ് 1.8% ഇടിയുകയും കഴിഞ്ഞ ദിവസവും ഏകദേശം 2247 സ്റ്റോക്കുകൾ നെഗറ്റീവ് സൈഡിൽ ക്ലോസിംഗ് നൽകുകയും ചെയ്തു. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിലും ചില കമ്പനികളുടെ ക്വാർട്ടർലി റിസൾട്ട് പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട സ്റ്റോക്കുകളും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്ന സ്റ്റോക്കുകളും മാർക്കറ്റിൻ്റെ ശ്രദ്ധ ആകർഷിക്കാൻ സാധ്യതയുണ്ട്. 3M ഇന്ത്യ, അബോട്ട് ഇന്ത്യ, അസ്ട്ര മൈക്രോവേവ് പ്രൊഡക്ട്സ്, ഭാരത് ഫോർജ്, ബയോകോൺ, കോൾ ഇന്ത്യ, ക്രിസിൽ, DCX സിസ്റ്റം, ദീപക് നൈട്രേറ്റ്, EID പരി ഇന്ത്യ, എൻഡുറൻസ് ടെക്നോളജി, എഞ്ചിനീയേഴ്സ് ഇന്ത്യ, എൻഡ്രിയോ ഹെൽത്ത് സൊല്യൂഷൻസ്, ഫൈൻ ഓർഗാനിക് ഇൻഡസ്ട്രീസ്, ഗുജറാത്ത് ഫ്ലൂറോ കെമിക്കൽസ് തുടങ്ങിയ സ്റ്റോക്കുകളാണ് ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടുന്നത്. ഇതുകൂടാതെ ജ്വല്ലറി സെക്ടറിലെ പ്രമുഖ കമ്പനികളായ സെൻഗോ ഗോൾഡ്, ഷാലി എഞ്ചിനീയറിംഗ് പ്ലാസ്റ്റിക്സ്, സുദർശൻ കെമിക്കൽ ഇൻഡസ്ട്രീസ്, ടെഗ ഇൻഡസ്ട്രീസ്, ടൈം ടെക്നോപ്ലാസ്റ്റ്, റെയിൽ സെക്ടറിലെ ടിറ്റഗാർ റെയിൽ സിസ്റ്റം, ട്രാവൽ ആൻഡ് ഫുഡ് സർവീസ്, സാഗൽ, വെസ്റ്റ് കോസ്റ്റ് പേപ്പർ മിൽസ് തുടങ്ങിയ കമ്പനികളും ഇന്ന് ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിടും. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് അവറിന് ശേഷം ക്വാർട്ടർലി റിസൾട്ട് പുറത്തുവിട്ട ചില സ്റ്റോക്കുകളുടെ ക്വാർട്ടർലി റിസൾട്ടിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അങ്ങനെ നമുക്ക് ഫോക്കസ് ചെയ്യേണ്ട ഒന്നാമത്തെ സ്റ്റോക്ക് ലെൻസ്കാർട്ട് സൊല്യൂഷനാണ്. ലെൻസ്കാർട്ട് സൊല്യൂഷൻ്റെ റവന്യൂ 38% വർദ്ധിച്ച് 1669 കോടിയിൽ നിന്നും 2308 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. കമ്പനിയുടെ EBITDA 118% വർദ്ധിച്ച് 212 കോടിയിൽ നിന്നും 464 കോടിയിലേക്ക് എത്തി. കമ്പനിയുടെ EBITDA 12.7% നിന്നും 20% ഉയർന്നിട്ടുണ്ട്. EBITDA മാർജിനാണ് 12.7% നിന്നും 20% ഉയർന്നത്. അതോടൊപ്പം നെറ്റ് പ്രോഫിറ്റ് 1.9 കോടിയിൽ നിന്നും 131 കോടിയിലേക്ക് ഉയർന്നു. മികച്ച ക്വാർട്ടർലി റിസൾട്ടാണ് ലെൻസ്കാർട്ട് സൊല്യൂഷൻ കാഴ്ചവെച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് SP അപ്പാരൽസ് ആണ്. SP അപ്പാരൽസിൻ്റെ റവന്യൂ 6.6% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 8.9% വർദ്ധിച്ചു. 24 കോടിയിൽ നിന്നും നെറ്റ് പ്രോഫിറ്റ് 27 കോടിയിലേക്ക് എത്തിയപ്പോൾ റവന്യൂ 359 കോടിയിൽ നിന്നും 383 കോടിയിലേക്ക് എത്തുകയും EBITDA 11% വർദ്ധിച്ച് 50 കോടിയിൽ നിന്നും 56 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. EBITDA മാർജിൻ 14% നിന്നും 14.8% ഉയർന്നു. ഫീം ഇൻഡസ്ട്രീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 16.4% വർദ്ധിച്ച് 593 കോടിയിൽ നിന്നും 690 കോടിയിലേക്ക് എത്തിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് 34% വർദ്ധിച്ച് 47 കോടിയിൽ നിന്നും 63 കോടിയിലേക്ക് എത്തി. ഗാർവെയർ ടെക്നിക്കൽ ഫൈബേഴ്സിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 10% വർദ്ധിച്ചു 351 കോടിയിൽ നിന്നും 387 കോടിയിലേക്ക് എത്തി. നെറ്റ് പ്രോഫിറ്റ് 17.7% വർദ്ധിച്ച് 47 കോടിയിൽ നിന്നും 56 കോടിയിലേക്ക് മെച്ചപ്പെട്ടു. കമ്പനിയുടെ EBITDA 9.5% വർദ്ധിച്ച് 64 കോടിയിൽ നിന്നും 70 കോടിയിലേക്ക് ഉയർന്നു. ഹൈക്കലിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ റവന്യൂ 10% വർദ്ധിച്ച് 448 കോടിയിൽ നിന്ന് 494 കോടിയിലേക്ക് എത്തി. അതേസമയം 17.2 കോടി രൂപയുടെ പ്രോഫിറ്റിൽ നിന്നും 5.9 കോടി രൂപയുടെ ലോസിലേക്ക് കമ്പനി എത്തുകയും EBITDA 72 കോടിയിൽ നിന്നും 82 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. റെയിൽ സെക്ടറിലെ ജൂപ്പിറ്റർ വാഗണിനെയും ഫോക്കസ് ചെയ്യാം. ജൂപ്പിറ്റർ വാഗണിൻ്റെ പ്രോഫിറ്റ് 35% ഇടിഞ്ഞപ്പോൾ റവന്യൂ 13% ഇടിഞ്ഞു. 97 കോടിയിൽ നിന്നും 63 കോടിയിലേക്കാണ് കമ്പനിയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ 1030 കോടിയിൽ നിന്നും 890 കോടിയിലേക്ക് എത്തുകയും EBITDA 22% ഇടിയുകയും EBITDA മാർജിൻ 14.4% നിന്നും 14.3% ഇടിയുകയും ചെയ്തു. റെയിൽ സെക്ടറിൽ നിന്നും ഫോക്കസ് ചെയ്യേണ്ട രണ്ടാമത്തെ സ്റ്റോക്ക് ഇർകോൺ ഇൻ്റർനാഷണൽ ആണ്. ഇർകോൺ ഇൻ്റർനാഷണലിൻ്റെ റവന്യൂ 18.9% ഇടിഞ്ഞു. 2613 കോടിയിൽ നിന്നും 2119 കോടിയിലേക്കാണ് റവന്യൂ ഇടിഞ്ഞിരിക്കുന്നത്. പ്രോഫിറ്റ് 16.2% ഉയർന്ന് 86 കോടിയിൽ നിന്നും 101 കോടിയിലേക്ക് എത്തി. മറ്റൊരു സ്റ്റോക്ക്
ഗോദ്രേജ് ഇൻഡസ്ട്രീസ് ആണ്. ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 8.7% വർദ്ധിച്ചപ്പോൾ ഗോദ്രേജ് ഇൻഡസ്ട്രീസിൻ്റെ റവന്യൂ 4.7% വർദ്ധിച്ചപ്പോൾ പ്രോഫിറ്റ് 8.7% ഉയർന്നെങ്കിലും എബിറ്റ മാർജിൻ 12.4% നിന്നും 10.8% ഇടിയുകയും എബിറ്റ 8.9% ഇടിയുകയും ചെയ്തു. മികച്ച ക്വാർട്ടർലി റിസൾട്ട് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. റവന്യൂ 30% വർദ്ധിച്ച് 1449 കോടിയിൽ നിന്നും 1873 കോടിയിലേക്കെത്തി. നെറ്റ് പ്രോഫിറ്റ് 56% വർദ്ധിച്ച് 71 കോടിയിൽ നിന്നും 111 കോടിയിലേക്ക് എത്തുകയും എബിറ്റ 31% വർദ്ധിച്ച് 283 കോടിയിൽ നിന്നും 331 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തു. കമ്പനിയുടെ മാർജിൻ 17.4% നിന്നും 17.7% ഉയർന്നു. മാക്സ് ഫിനാൻഷ്യൽ സർവീസിൻ്റെ ക്വാർട്ടർലി റിസൾട്ടിൽ കമ്പനിയുടെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം 4% വർദ്ധിച്ച് 123 കോടിയിൽ നിന്നും 128 കോടിയിലേക്ക് എത്തിയപ്പോൾ പ്രോഫിറ്റ് 34% ഇടിഞ്ഞ് 56 കോടിയിൽ നിന്നും 36 കോടിയിലേക്ക് എത്തി. അമരാജയുടെ ക്വാർട്ടർലി റിസൾട്ടിലും കമ്പനിയുടെ പ്രോഫിറ്റ് 53% ഇടിഞ്ഞിട്ടുണ്ട്. 298 കോടിയിൽ നിന്ന് 140 കോടിയിലേക്കാണ് അമരാജയുടെ പ്രോഫിറ്റ് ഇടിഞ്ഞിരിക്കുന്നത്. റവന്യൂ 4.2% വർദ്ധിച്ച് 3272 കോടിയിൽ നിന്നും 3410 കോടിയിലേക്കെത്തി. കെയർ റേറ്റിംഗ്സിൻ്റെ റവന്യൂ 16.3% വർദ്ധിച്ച് 96 കോടിയിൽ നിന്നും 112 കോടിയിലേക്ക് എത്തിയപ്പോൾ നെറ്റ് പ്രോഫിറ്റ് 30% വർദ്ധിച്ച് 27 കോടിയിൽ നിന്നും 35 കോടിയിലേക്ക് ഉയരുകയും എബിറ്റ 32.5% വർദ്ധിച്ച് 30 കോടിയിൽ നിന്ന് 40 കോടിയിലേക്ക് മെച്ചപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു സ്റ്റോക്ക് ഷാൽബിയാണ്. ഷാൽബിയുടെ റവന്യൂ 1.3% ഇടിഞ്ഞപ്പോൾ കമ്പനി 1.8 കോടി രൂപയുടെ ലോസിൽ നിന്നും 1.8 കോടി രൂപയുടെ പ്രോഫിറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. എന്നാൽ എബിറ്റ 10% ഇടിയുകയും എബിറ്റ മാർജിൻ 12.3% നിന്നും 11% ഇടിയുകയും ചെയ്തു. ഇനി മറ്റ് ചില പ്രധാനപ്പെട്ട സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റിലേക്ക് കടക്കാം. ഒന്നാമത്തേത് കെനെക്സ് മൈക്രോസിസ്റ്റം. കെനെക്സ് മൈക്രോസിസ്റ്റത്തിന് കവച് ലോക്കോ എക്യുപ്മെൻറ്റ് സപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി 411 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിട്ടുണ്ട്.